നിങ്ങളുടെ നാട്ടിലെ മണ്ണും ഉറച്ച മണ്ണാണോ ഇതുപോലെ? അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതിട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ നല്ല രീതിയിലുള്ള ഗ്രോത്തിനും നിറയെ പൂക്കൾ ഉണ്ടാവാനും നിങ്ങളെ സഹായിക്കും. അപ്പോൾ എന്താണെന്ന് വീഡിയോ കണ്ടാലോ? ഹായ്, നമ്മൾ സ്വാഭാവികമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതേ ചെടി നടാനുള്ള പരിപാടി കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണേ പെട്ടെന്ന് ഉറയ്ക്കുന്ന മണ്ണാണ്. ചെടിച്ചട്ടിയിൽ വെച്ചാലും വേരോടില്ല, പെട്ടെന്ന് ഉറച്ചു പോകും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ഒരു ബോക്സ് ചകിരിച്ചോറ് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് വെള്ളം ഒഴിച്ചിട്ടപ്പോൾ കുതിർന്നു കേട്ടോ. അപ്പോൾ അതും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് പോട്ടിൽ നിറയ്ക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയാകുമ്പോൾ മണ്ണിന് ഇളക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പരിപാടിയിലാണ് ഞാനും മോനും. രാവിലെ തന്നെ വെയിൽ നല്ല ചിരിയായിരുന്നു. എന്നാൽ പിന്നെ നമ്മളും ചിരിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ എന്താ കാര്യം, മണ്ണൊക്കെ റെഡിയാക്കി പോട്ടിൽ നിറയ്ക്കാറാകുമ്പോഴത്തേന് അടിപൊളി മഴ പെയ്തു കേട്ടോ. അപ്പോൾ ടാർപ്പായ എടുത്തിട്ടത് അതിന് വേണ്ടിയിട്ടാണ്. എങ്ങാനും മഴ പെയ്താൽ മുഴുവൻ ഒലിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ മണ്ണ് മൂടിയിടാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ പരിപാടി ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേ കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളം എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കിൻ്റെയാണ്. നമ്മുടെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടി ഇതാണ്. പിന്നെ ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുട്ടത്തോണ്ട് ഉണ്ടല്ലോ, അത് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ എന്ത് വിചാരിച്ചു, ഇതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ട് എല്ലാ ബോട്ടിലും ആയിക്കോളുമല്ലോ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനോടൊപ്പം നമ്മളുടെ ആ പറഞ്ഞ ഓർഗാനിക്കിൻ്റെ വളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ വളം. അപ്പോൾ ഇത് ചെടിച്ചട്ടിയിൽ നിറയ്ക്കണമെന്ന് എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല മഴയാണ് പെയ്തത്. ടാർപ്പായലായ കാരണം മണ്ണൊന്നും ഒലിച്ചു പോയില്ല, വേഗം മൂടിയിട്ടു. പിന്നെ ചാറ്റൽ മഴയത്ത് ചവിട്ടുപടിയും ഇരുന്നിട്ട് എല്ലാ പോട്ടിലും നിറച്ചു കേട്ടോ. ലാസ്റ്റ് പോട്ട് തികയാതെ വന്നു. അപ്പോൾ കുറേ ചെടി മുറ്റത്ത് നടുകയും ചെയ്തു. പിന്നെ 2-3 ദിവസമായി ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന്. പക്ഷെ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഇന്നലെയാണ് പോയിട്ട് പോട്ട് വാങ്ങിച്ചിട്ട് വന്നത്. 5 ചെറിയ പോട്ടും 5 വലിയ പോട്ടും വാങ്ങിച്ചു. എന്നിട്ടും അതിൽ നട്ടിട്ട് തികഞ്ഞില്ല കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ മുറ്റത്ത് നട്ടിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഞാൻ മണ്ണിൽ വെറുതെ കുഴിച്ചു വെക്കുക ചെയ്തത് 2-3 ദിവസം മഴ കാരണമാണ് വാടാതെ അങ്ങനെ നിന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിലെ മണ്ണും ഇതുപോലെ ഉറച്ചതാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മണ്ണ് നന്നായി എപ്പോഴും ഇളകി കിടക്കും. ഞാൻ മുമ്പ് നട്ട ചെടികളൊക്കെ കൂമ്പ് വരെ ഒത്തിരി താമസമാണ്. കാരണം വേരോടുന്നില്ലല്ലോ. അപ്പോൾ വേരോടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പിന്നെ കമ്പ് കൊണ്ട് മണ്ണ് ഇളക്കി കൊടുക്കാറാണ് പതിവ്. നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോണ്ട് എടുത്ത് സൂക്ഷിച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടും ചെടികൾക്ക്. പിന്നെ ചകിരിച്ചോറിനാണെന്ന് വെച്ചാൽ ഒരു ചാക്കിന് 100 രൂപയേ ഉള്ളൂ, അധികം ചിലവില്ല. കുറച്ച് ചെടികളൊക്കെ പോട്ട് തികയാണ്ട് നട്ടു കൊടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഇതേ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചേമ്പാണ്. ഇതൊന്നും ഇനി നട്ടു കൊടുക്കണം. പിന്നെ റോസ് കമ്പുകളൊക്കെ നമ്മളുടെ പഴയ പോട്ടിൽ തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടികളുടെ നല്ല ഗ്രോത്തിനും പൂക്കൾ നിറയെ ഉണ്ടാവാനും ഒക്കെ ഉള്ളതാണ് ചകിരിച്ചോറും പിന്നെ മുട്ടത്തോണ്ടും. പിന്നെ വളം ഞാൻ നഴ്സറി പോയി കണ്ടപ്പോൾ വാങ്ങിച്ചെന്നുള്ളൂ. സ്ഥിരമായിട്ട് ഞാൻ അതൊന്നും ചെയ്ത് കൊടുക്കാറില്ല. മുട്ടത്തോണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതേ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മുല്ലമുട്ട് പോലെ കടലാസ് മുളക് ഉണ്ടായി നിൽക്കുന്നുണ്ടോ, ഇതൊന്നും വളർത്തതല്ല കേട്ടോ. മണ്ണിൽ വെക്കുന്ന ചെടികൾക്ക് നമുക്ക് ഇടയ്ക്ക് ഇളക്കി മറിച്ചിടൊക്കെ ആയിക്കോട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.